أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد വുളൂ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ പള്ളിയിൽ നിന്ന് എന്താക്കേണ്ടതുള്ളൂ, വുളൂ പുതുക്കാൻ പോകേണ്ടതുള്ളൂ അല്ലേ? ലന്നിൻ്റെ പേരിൽ, അങ്ങനെ ഒരു ധാരണൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അങ്ങനെ പോയ നിസ്കാരം പാത്തിലാകും. യുഫ്സിദുഹ ഇൻസിറാഫുഹു, നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് അവൻ പോവുക. ലാനൻ അന്നഹു ഗൈറു മുത്തവദ്ദീൻ, വുളൂ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക, നിസ്കാരം ബാത്തിലാകും, ഫാസിദാകും. ഇതാണ് ഇപ്പം അടുത്ത കാര്യം. മറ്റൊന്ന് അന്ന മുദ്ദത്തെ മസ്ഹിങ്കദത്ത്, ഖുഫ തടവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചു പോയി. ഉറപ്പുണ്ടെങ്കിലല്ലേ പോകേണ്ടിയുള്ളൂ. ഔ അന്ന അലൈഹി ഫായിത്തൻ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിസ്കാരം അവനുണ്ട് എന്ന് കരുതിയിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോയി. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? വൈലം യഖ്റുജ് മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ പോലും. കാരണം ഇവിടെയൊക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ, നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള നിയ്യത്തിലാണല്ലോ അവൻ പോണത്. ഇവിടെ നന്നാക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശം. ഇവിടെ ഒഴിവാക്കുകയാണ്, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് എന്നൊരു ഉദ്ദേശം ആ പോക്കിലുണ്ടല്ലോ. ഉപേക്ഷിക്കുകയാണ് എന്നല്ല, നിസ്കാരം ഉപേക്ഷിക്കുകയാണെന്നല്ല, അതാണ് ഇതിന് കാരണം. അശുദ്ധിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അശുദ്ധിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നിടത്ത് മുറിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ശരിയാണല്ലേ? ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോൾ മുറിയണില്ലല്ലോ അല്ലേ? അവന് ബിനാ ചെയ്താൽ മതിയല്ലോ, ശുദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് വരുന്നപ്പോൾ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ ഒതും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വിചാരിക്കണതേ. രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഒരാൾക്ക് അശുദ്ധി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് പോയി ഒന്നുണ്ടാക്കി വന്ന് നിസ്കാരം തുടർന്നാൽ പോരെ. അല്ല, അയാൾക്ക് പെട്ടെന്ന് ഒന്നുണ്ടാക്കി വരാലോ. ഇവിടെ വുളൂ ഇല്ല എന്നാണ് വിചാരിക്കണതേ. രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. ഫതഹുഹു, അടുത്തത് അയാൾ പറഞ്ഞു കൊടുക്കാനാ ഗൈരി ഇമാമിഹി, ഇമാമല്ലാത്ത ഒരാൾക്ക് ഓതാൻ കിട്ടാതിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനാ ഫത്ഹ് എന്ന് പറയാം. കാരണം ഇമാമിനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ, വേറെ ആളെ പഠിപ്പിക്കണ പണിയല്ലല്ലോ നിസ്കാരത്തിൽ. തക്ബീറു ബിനിയ്യത്തിൽ ഇന്തിഖാലി ലിസ്വലാത്തിൻ ഉഖ്റ ഗൈരി സ്വലാത്തിഹി, ഇപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരമല്ലാത്ത മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി ഇന്തിഖാലിൻ്റെ നിയ്യത്ത് കരുതിയിട്ട് തക്ബീറില്ല. അത് നിസ്കാരം ഒഴിവാക്കണതിൻ്റെ ഒരു ഫലത്തിലാണ്. ഒരാൾ തക്ബീർ ബിനിയ്യത്തിൽ ഇന്തിഖാൽ, അപ്പോൾ ഒരു നിസ്കാരത്തിൽ നിന്ന് മറ്റു നിസ്കാരത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശം ഉണ്ടല്ലോ. ഈ സ്വലാത്തിൻ ഉഖ്റ, മറ്റു നിസ്കാരത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാക്കിയതിൻ്റെ ഫലമായി. പിന്നെ തക്ബീറു ബിനിയ്യത്തിൽ ഇന്തിഖാലി ലിസ്വലാത്തിൻ ഉഖ്റ ഗൈരി സ്വലാത്തിഹി, നിസ്കരിക്കുന്ന നിസ്കാരം തന്നെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. മറ്റൊരു നിസ്കാരം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാം. അതായത് ളുഹർ തന്നെയാണ്, ളുഹറിന് വേണ്ടിനെ തക്ബീർ ഇല്ലെങ്കിൽ എന്തായാലും നിസ്കാരം ബാത്തിലാവില്ല. മറ്റൊരു നിസ്കാരം ആകുമ്പോഴാണ് പ്രശ്നം. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തിൽ നിന്ന് ഒഴിവായില്ല. അപ്പോൾ നിസ്കാരം മുറിക്കുക എന്ന് കരുതിയല്ലോ ഇപ്പോൾ.
ഇനി ഇദാ ഹസലത്ത് ഹാദിഹിൽ മദ്കൂറാത്തു ഖബല ജുലൂസിൽ അഖീരി മിഖ്ദാറ തശഹുദി. ഈ പറയുന്ന കാരണങ്ങളൊക്കെ എപ്പോഴാണ് നിസ്കാരം ബാത്തിലാക്കുന്നത്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഖബലൽ ജുലൂസിൽ അഖീരി, അവസാനത്തെ ഇരുത്തത്തിൻ്റെ മുമ്പ് ഉണ്ടാകുമ്പോൾ, മിഖ്ദാറ തശഹുദി, ഒരു തശഹുദിൻ്റെ സമയം ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇരുന്ന് സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. അത്തയ്യാത്തിന് വേണ്ടി ഇരുന്നു, അതിന് ശേഷമാണ് ഇന്നുണ്ടായെങ്കിൽ പ്രശ്നമില്ല, കാരണം നിസ്കാരം സഹിയാകും. കാരണം അവൻ്റെ പ്രവൃത്തി കഴിഞ്ഞല്ലോ. ഇനി സലാം വീട്ടുക എന്നുള്ളതിന് പകരം ഒരു പ്രവൃത്തി കൊണ്ടാവും സലാം വീട്ടി എന്ന് പറയുവാണെങ്കിൽ, ഇത്തരം ചിന്തകളെ കൊണ്ട് നിസ്കാരം മുറിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗമാണല്ലോ. സലാം വീട്ടുക എന്നുള്ളതിന് പകരം ഇതാ ചെയ്തത്. ഇദാ ഹസലത്ത് ഹാദിഹിൽ മദ്കൂറാത്ത് ഖബലൽ ജുലൂസിൽ അഖീരി മിഖ്ദാറ തശഹുദി. ഒരു തശഹുദിൻ്റെ സമയമെങ്കിലും വേണം കേട്ടോ ഇതൊക്കെ. ചെറിയൊരു മിനിറ്റ് കൊണ്ടും അര മിനിറ്റ്, അര സെക്കൻഡ്, 10 സെക്കൻഡ് കൊണ്ടൊന്നും പ്രശ്നമല്ല. അടുത്തത്, അപ്പോഴാണ് ഒരു അത്തയ്യാത്തിൻ്റെ അളവൊക്കെ ആകുമ്പോഴാണ് ഒരു ഫർദിൻ്റെ സമയം അങ്ങനെ പോവുക. കുറച്ചൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ രീതിയിലൊന്നും അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. തഹിയാത്തൊക്കെ ഓതനെ ഒരളവിൽ അത്രയും ദീർഘമായ സമയം ചെയ്യുമ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത്. ചുരുക്കത്തിൽ അങ്ങനെ നാട് ബാത്തിലാവില്ല. കുറേ എണ്ണം കിട്ടിയോണ്ട് പേടിക്കൊന്നും വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇഫ്സിദായതിന് മദ്ദുൽ അംസത്തിൽ തക്ബീർ, തക്ബീറിൽ അംസൻ എന്നിട്ട് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാം. അക്ബർ എന്നൊക്കെ പറയാം. കാരണം അതൊക്കെ ചിലപ്പോൾ അർത്ഥം തന്നെ പഴച്ചിട്ട് കുഫ്രായി മാറും. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണോ എന്നൊക്കെ അർത്ഥം ഇസ്തിഫാമിൻ്റെ അംസയാവും. ഇസ്തിഫാമിൻ്റെ അംസം ഉണ്ടല്ലോ, ആണോ എന്ന് ചോദിക്കണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിടത്ത് വരെ അംസനെ മറിച്ച് അലിഫാക്കിയിട്ട് അല്ലാഹു അക്ബർ. ഇനി ഖിറാഅത്തു മാ ലാ യഹ്ഫളുഹു ബിൻ മുസ്ഹഫ്, അത് നമ്മൾ ഷാഫി മദ്ഹബിലും ബാത്തിലാവും കേട്ടോ. നേരത്തെ പറഞ്ഞ അത്തയ്യാത്തിൻ്റെ അളവിൽ ഇരിക്കണതിന് മുമ്പ് എന്ന മസലൊന്നും ഷാഫി മദ്ഹബിലില്ല. ബാത്തിലാകുന്ന കാര്യം അത് എപ്പോഴാണെങ്കിലും ബാത്തിലാവും. അതിന് അത്തയ്യാത്തിൻ്റെ അളവാകണമെന്നില്ല, അത്തയ്യാത്തിന് ഇരിക്കണതിന് മുമ്പാവണമെന്നില്ല, അങ്ങനെ ഒരു കൈതുമില്ല. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണെങ്കിൽ ബാത്തിലാവും, അപ്പം തന്നെയാണ് ബാത്തിലാവും മനഃപൂർവ്വമാണെങ്കിൽ. ഇനി ഖിറാഅത്ത് മാ ലാ യഹ്ഫളുഹു, മനപ്പാടല്ലാത്തത് ഭാഗം ഓതുക. ഈ മുസ്ഹഫ് നോക്കി ഓതിയാൽ നിസ്കാരം ബാത്തിലാവും. അത് ഒരു നിസ്കാരത്തിനോട് യോജിച്ചതല്ല എന്നുള്ളതാണ്. കാരണം ഓനോ ഏതായാലും മനപ്പാടല്ല, അപ്പോൾ വേറെ ആൾ പറഞ്ഞു കൊടുക്കണ മാതിരിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പോകേണ്ട കാര്യമല്ല. മറ്റൊരാളടുത്തും തലഖ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിസ്കാരത്തിലുള്ള ഒരാൾ മറ്റ് പുറത്തുള്ള ഒരാളോട് സംസാരിക്കുന്നതിന് തുല്യമല്ലേ. മനപ്പാടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറേ ആൾക്കാർ മുസാഫ് നോക്കി ഓതയില്ലേ. തറാവീനൊക്കെ ഒരിടത്തുണ്ട്. ഇത് അബൂ ഹനീഫ് ഇമാമിൻ്റെ അഭിപ്രായമാണ്. മറ്റ് ഹനഫി മദ്ഹബിലെ തന്നെ അബൂ യൂസുഫ് റഹിമഹുല്ല, മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തങ്ങളുടെ നിസ്കാരം പൂർണ്ണമാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? മുസാഫിക്ക് നോക്കുക എന്നുള്ള ഇബാദത്താണ്, നിസ്കരിക്കുക എന്നുള്ള വേറെ ഇബാദത്താണ്. രണ്ട് ഇബാദത്ത് കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ ഇപ്പോൾ ഇബാദത്ത് ബാത്തിലാകുക എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ മുസാഫ് നോക്കാതെ ഓതിനാട്ടി നോക്കി ഓതലാണ് ഉത്തമം. കാരണം ഒരു വിഭാഗത്തിന് വേറെ വിഭാഗത്ത് കൂട്ടിച്ചേർക്കല്ലേ. ഷാഫി നോക്കി ഓതിനോട് കുഴപ്പമൊന്നുമില്ല. ഷാഫി മദ്ഹബിൽ നോക്കി ഓതിനോട് കുഴപ്പമൊന്നുമില്ല. മൂന്ന് അനക്കുണ്ടാകാൻ പാടില്ല തുടർച്ചയായിട്ട്, അത്രേ ഉള്ളൂ. പൊതുവേ അനക്കൊന്നുമില്ലാത്ത രീതിയിലാണ് കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത ഒരനക്കാണെങ്കിലും ഒഴിവാക്കുക നല്ലത്. ഏതായാലും കറാഹത്തൊന്നും ഹറാമൊന്നും നിസ്കാരം ബാത്തിലാണ് പ്രശ്നമൊന്നും വരുന്നില്ല. നിസ്കാരം നോക്കി ഓതിയോണ്ട് നിസ്കാരം ബാത്തിലാവുന്ന പ്രശ്നമൊന്നും വരുന്നില്ല.
അദാഉ റുക്നിൻ ഔ ഇംകാനുഹു മാ കശ്ഫിൽ ഇലാറത്തി ഔ നജാസത്തിൻ മാനിഅത്തിൻ. അതുപോലെ ഒരു ഫർദിനെ നിർവഹിക്കുക, അല്ലെങ്കിൽ ഫർദ് നിർവഹിച്ചോനുള്ളൊരു സാധ്യത ഉണ്ടാവുക. എപ്പോൾ? ഔറത്ത് വെളിവാക്കിക്കൊണ്ട്. ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു റുക്കിന് സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരം എന്ത് ചെയ്യും? ബാത്തിലാവും. അല്ലെങ്കിൽ ഔറത്ത് അല്ലെങ്കിൽ റുക്കിന് നിർവഹിക്കുക, അല്ലെങ്കിൽ ഇംകാനുഹു റുക്കിന് നിർവഹിക്കാനുള്ള സാധ്യത ഉണ്ടാവുക, അഥവാ റുക്കിന് നിർവഹിക്കുന്ന സമയം കടക്കുക, സമയം കഴിയുക എന്നർത്ഥം. മാ കശ്ഫി ഔറത്തിയോ മാ നജാസനി, നജസോട് കൂടെ മാനിയത്തിന് നിസ്കാരത്തിൻ്റെ സിഹത്തിന് തടയുന്ന. ഔറത്താട് വെളിവായി എന്നുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. നജസങ്ങ് ശരീരത്തിൽ വീണ് എന്നുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. പക്ഷെ അതൊരു ഫർള് അവിടെ നിർവഹിക്കുമ്പോൾ, അത്രയും സമയം ഒരു ഫർള് നിർവഹിക്കുമ്പോൾ, അപ്പോൾ അത് മൊത്തം നിർവഹിക്കുന്നൊരു സമയം കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അല്ലെങ്കിൽ പോയി കഴിക്കാൻ പോരെ? നജസൊക്കെ ആണെങ്കിൽ നജസോട് വീണപ്പോൾ നജസോട് തട്ടിക്കളഞ്ഞു, അസറൊന്നും ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. അപ്പോൾ മുസാബഖത്തുൽ മുഖ്തദി ബി റുക്കിനിലും യുശാരിഖു ഫീഹി ഇമാമുഹു. ഇപ്പോൾ ഇമാമിൻ്റെ മുമ്പ് തന്നെ ഒരാൾ റുക്കൂ ചെയ്ത് തല ഉയർത്തിയാൽ നിസ്കാരം എന്താവും? ബാത്തിലാവും അല്ലേ? ഇമാമ് റുക്കൂക്ക് പോണതിന് മുമ്പ് ഒരാൾ റുക്കൂ പോയി ഇത്തിദാലിലേക്ക് വന്ന നമസ്കാരം ബാത്തിലാവും. അതാണ് ഈ പറയുന്നത്. ഇമാമിനോട് ഒരു റുക്കിന് കൊണ്ട് തുടർന്നയാൾ ഒരു റുക്കിന് കൊണ്ട് ഇമാമിനേക്കാൾ മഅ്മൂമ് മുന്നിൽ പോവുക. മുസാബഖത്തുൽ മുഖ്തദി, മഅ്മൂമ് മുന്നിൽ കിടക്കുക റുക്കിന് ഫർദ് കൊണ്ട്. എങ്ങനത്തെ ഫർദില്ല? മിശാരിഖു ഫീഹി ഇമാമു, ഇമാമില്ലാത്ത, ഇമാമ് പങ്കു ചേർന്നിട്ടില്ലാത്ത. ഇപ്പോൾ ഇമാമ് നൃത്തത്തിൽ തന്നെയുള്ള ഇവർ റുക്കൂക്കും പോയി റുക്കൂന്ന് എന്ത് ചെയ്തു? ഇത്തിദാലിലേക്ക് എത്തി. ഇമാമായിട്ട് തീരെ കൂടിയിട്ടില്ല, ഒരല്പം കൂടിയാണെങ്കിൽ തിരക്കട്ടില്ല. ഇമാമ് പങ്കാളിയായിട്ടില്ലാത്ത ഒരു റുക്കിന് എന്ത് ചെയ്യുക? ഇമാമിനേക്കാൾ ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ ഇമാമിൻ്റെ മുന്നിൽ പോകാൻ പാടില്ല എന്നർത്ഥം. അടുത്തത് മുതാബഅത്തുൽ ഇമാമി ഫി സുജൂദി സഹ്വിൽ മസ്ബൂഖ്. സഹ്വിൻ്റെ സുജൂദിൽ ഇമാമിനെ പിൻപറ്റുക. മസ്ബൂഖിന് സഹ്വിൻ്റെ സുജൂദിൽ എന്ത് ചെയ്യാൻ പാടില്ല? മഅ്മൂം ഇമാമിൻ്റെ ഒപ്പം കൂടാൻ പാടില്ല എന്നാ. അങ്ങനെ ഇമാമിൻ്റെ ഒപ്പം കൂടിയാൽ നിസ്കാരം എന്താവും? ഫാസിദാവും. യുഫ്സിദു ആ മുതാബഅത്തുൽ ഇമാമി ഫി സുജൂദി സഹ്വി. സഹ്വിൻ്റെ സുജൂദിൽ ഇമാമിനെ പിൻപറ്റുക. ആ പിൻപറ്റൽ ആർക്കാണ് വരുന്നത്? ലിൽ മസ്ബൂഖിന്. ആ നിസ്കാരം എന്താവും? ബാത്തിലാവും. ഇമാമ് പിന്നെ ഒറ്റക്കായില്ലേ? ഇമാമ് സലാം വീട്ടിയതിന് ശേഷം എണീറ്റില്ലേ? ഇമാമ് സലാം വീട്ടിയതിന് ശേഷം മഅ്മൂം എണീറ്റ് കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യാൻ പാടില്ല? സഹ്വിൻ്റെ സുജൂദിൽ കൂടാൻ പാടില്ല. ആ മുതാബഅത്ത് മസ്ബൂക്കിനിക്കുള്ള മുതാബഅത്ത് ഫാസിദാക്കുന്നു. ഇൽ മുതാബഅത്ത് എന്നുള്ളതിൻ്റെ മുതാബഅത്താണ്, അല്ല ഇൽ മസ്ബൂഖി എന്നുള്ളതിൻ്റെ. ആ മുതാബഅത്ത് ആർക്കാണ് സംഭവിച്ചത്? മസ്ബൂഖിന്. ആരോട്? ഇമാമിനോട്. സഹ്വിൻ്റെ സുജൂദിൽ സലാം വീട്ടിയതിന് ശേഷം എണീറ്റതായിരുന്നു, അല്ലെങ്കിൽ ഒരു അത്തഹിയ്യാത്തിൻ്റെ സമയം ഇമാമിൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തായിരുന്നു? സലാം വീട്ടുന്നതിന് മുമ്പ് എണീറ്റതായിരുന്നു. അപ്പോൾ അങ്ങനെ എണീറ്റാൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ഇമാമിനോട് തുടരാൻ പാടില്ല. അപ്പോൾ ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാവില്ല വേണമെങ്കിൽ, പിന്നെ അവന് ഓർമ്മ വന്നപ്പോൾ സഹ്വ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇമാമിൻ്റെ കൂടെ പോകാൻ പാടില്ല. കാരണം ഒറ്റക്കായില്ല, പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിന്നെ കൂടുക. അതും ഇആദത്തുൽ ജുലൂസിൽ അഖീരി ബഅദ അദായി സജ്ദത്തിൻ സ്വൽബിയ്യ തദക്കറഹ ബഅദൽ ജുലൂസി.
അതുപോലെ അവസാനത്തെ ഇരുത്തം മടക്കാതിരിക്കുക. ബാദ അദായി സജിദത്തിൻ സ്വൽബിയത്തിൻ തദക്കറഹ ബാദൽ ജുലൂസി. ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു? ഒരു സുജൂദ് ഒഴിവാക്കിയെന്ന് മനസ്സിലായി. ഇരുന്നതിന് ശേഷമാണ് എന്തായത്? തയ്യാത്തിന് വേണ്ടി ഇരുന്നതിന് ശേഷമാണ് സുജൂദ് ഒഴിവാക്കിയെന്ന് ഉറപ്പ് വന്നത്. ഒറിജിനൽ സുജൂദ് സജിദത്തും സ്വൽബിയ, സ്ഥിരാവത്തിൻ്റെ സുജൂദല്ല. അപ്പം പിന്നെ അയാൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണ്ടേ? പിന്നെ ഇരിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് തെർത്തീബ് വേണ്ടേ? അപ്പോൾ ആ ഇരുത്തം വന്നിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. വാദമു യാദത്തിൽ ജുലൂസിൽ അഖി, അവസാനത്തെ ഇരുത്തത്തെ ആവർത്തിക്കാതിരിക്കുക. വാദ അദായി സജിദത്തിൻ സ്വൽബിയത്തിൻ, സ്വൽബിയായ ഒരു സുജൂദ് നിർവഹിച്ചതിന് ശേഷം. എങ്ങനത്തെ സുജൂദാണ്? തദക്കറഹ, അതിനതിന് ഓർമ്മ വന്നു ബാദൽ ജുലൂസ്, ഇരുന്നതിന് ശേഷം. കാരണം റുക്കിനൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഒരാൾ സുജൂദ് ഇരിക്കാൻ പാടുള്ളൂ. ഇവിടെ അവന് സുജൂദ് ചെയ്തല്ല എന്ന് ഓർമ്മ വന്നോടൊരു സുജൂദ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഇരുത്തം ആവർത്തിക്കണം. വാദമു യാദത്ത് റുക്കിന് അദ്ദാഹു, ഉറങ്ങി നിർവഹിച്ച റുക്കിന് മടക്കിയിട്ടില്ലെങ്കിലും നിസ്കാരം പാത്തിലാവും. ഒരാൾ ഉറങ്ങി ചെയ്യാൻ പാടില്ലല്ലോ റുക്കിന്. ഉറങ്ങി നിർവഹിച്ച റുക്കിന് ആവർത്തിക്കാതിരുന്നാൽ, മടക്കാതിരുന്നാൽ നിസ്കാരം പാസിലാകും. കാരണം റുക്കിനുകളൊക്കെ ഉണർന്ന രീതിയിൽ നിർവഹിക്കൽ ഷർത്താണ് എന്ന് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ. വഖഹഖഹത്തുൻ അമാമൽ മസ്ബൂഖി, മസ്ബൂഖിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുക? ഖഹഖഹത്ത്. ഇവിടെ ഹംസൻ്റെ കുനിപ്പ് മുകളിലിട്ടുണ്ടേ. മസ്ബൂഖിൻ്റെ ഇമാമ് പൊട്ടിച്ചിരിക്കുക. നമ്മൾ പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം പാത്തിലാന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ മസ്ബൂഖിൻ്റെ ഇമാമ് ആണെങ്കിൽ ഇമാമിനുമായിട്ട് ചെറിയൊരു കണക്ഷൻ അയാൾക്ക് അപ്പോഴും ബാക്കിയുണ്ടല്ലോ. അപ്പം ഉണ്ടാവില്ലേ? അയാളെ തുടർന്ന ആളാണല്ലോ. ഇപ്പം മസ്ബൂക്ക് ബാക്കിയുള്ള നിസ്കാരം നിസ്കരിക്കുകയാണ്. എന്നാൽ പോലും ഇമാമുമായിട്ടുള്ള മുഴുവൻ കണക്ഷൻ മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാണ്. അപ്പം മസ്ബൂഖിൻ്റെ ഇമാമ് പൊട്ടിച്ചിരിച്ചു. വഹദ്ദസുഹുൽ അംദു, ഇമാമിന് മനഃപൂർവ്വം അശുദ്ധില്ല. എപ്പോഴാണ് ഇത് രണ്ടുണ്ടായത്? ബാദൽ ജുലൂസിൽ അഖീരി, അവസാനത്തെ ഇരുത്തത്തിന് ശേഷം. അവസാന ഇരുത്തത്തിന് ശേഷം മനഃപൂർവ്വം അശുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇമാമ് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്താൽ എന്തു ചെയ്യും? മഅ്മൂമിൻ്റെ നിസ്കാരം ഫാസിലാകും. വസ്സലാമു അലാ റഅ്സി റക്അത്തൈനി ഫി ഗൈരി സുനായ്യത്തി, 2 റക്അത്ത് അല്ലാത്ത നിസ്കാരങ്ങളിൽ, അഥവാ മഗ്രിബും ഇശാവും അല്ലേ, 2 റക്അത്ത് അല്ലാത്ത നിസ്കാരങ്ങളിൽ, സുനായ്യത്തിന് 2 റക്അത്ത് അല്ലാത്ത നിസ്കാരങ്ങളിൽ 2 റക്അത്ത് നിർവഹിച്ചതിന് ശേഷം സലാം വീട്ടുക. ചില പാടില്ലല്ലോ, നിസ്കാരം അവിടെ തീർന്നു പോലെ. ദാനൻ അന്നഹു മുസാഫിറുൻ, യാത്രക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട്. യാത്രക്കാരനല്ലായിരുന്നു, മുഖീമാണ്. അപ്പം യാത്രക്കാരനാന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു? 4 റക്അത്തിൽ അല്ലെങ്കിൽ 3 റക്അത്തിൽ നിസ്കാരത്തിൽ 2 റക്അത്തായപ്പോൾ അങ്ങ് സലാം വീട്ടിയാൽ നിസ്കാരം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജുമാണെന്ന് കരുതി, അല്ലെങ്കിൽ തറാവിയാണെന്ന് കരുതി. തറാവി ആയിരുന്നില്ല, അവയിൽ ഇഷ ആയിരുന്നു. ഔക്കാന ഖരീബായതു മിൻ ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്നതാണ്. അപ്പോൾ അത് അന്നൽ ഫർദ റക്അത്തിന്, അങ്ങനെ ഫർദ് നിസ്കാരത്തെ 2 റക്അത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ എന്താ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതായത് 4 റക്അത്തിൽ നിസ്കാരത്തിൽ ഇപ്പോൾ 2 റക്അത്തിൽ 4 കരുതിയിട്ട് സലാം വീട്ടിയോണ്ട് പ്രശ്നമല്ല. മറ്റ് 2 റക്അത്ത് അല്ലാത്ത നിസ്കാരങ്ങളിൽ 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടുമ്പോൾ അതൊരു നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞളയുന്ന സ്വഭാവമായതുകൊണ്ട് മുസാഫിറാണെന്ന് കരുതിയിട്ട് മുസാഫിർ ആയിരുന്നില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് തെറ്റിദ്ധാരണ വന്നല്ലോ, പ്രശ്നം വന്നല്ലോ. അല്ലെങ്കിൽ ജുമാണെന്ന് കരുതി, ജുമാ 2 റക്അത്താണല്ലോ, അങ്ങനെയാണ് കരുതൽ. അല്ലെങ്കിൽ തറാവിയാണെന്ന് കരുതി, അത് ഇശയായിരുന്നു. അപ്പോൾ നിസ്കാരത്തിനെ കുറിച്ച് തെറ്റായ കുറേ ധാരണകൾ വന്നു. അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, അങ്ങനെ അയാൾ ആദ്യം പഠിക്കണം ഫർദ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഫർദിനെ വിചാരിച്ച് 2 റക്അത്താണ്. അപ്പോൾ അയാൾ സലാം വീട്ടുമ്പോൾ മനഃപൂർവ്വം സലാം വീട്ടിയ മാതിരിയായില്ലേ നിസ്കാരത്തിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ നിസ്കാരം അടക്കേണ്ടതാണ്, നിസ്കാരം പാത്തിലാകും. അല്ലെങ്കിൽ തറാവിയാണെന്ന് കരുതി സലാം വീട്ടി, സത്യത്തിൽ വഹിയൽ ഇഷാവു, അത് ഇഷ ആയിരുന്നു. അല്ലെങ്കിൽ മുസാഫറാണെന്ന് കരുതിയായിട്ട് എന്തായാലും സലാം വീട്ടി, അങ്ങനെ മുസാഫർ അല്ല, മുഖീമാണ്. അല്ലെങ്കിൽ ജുമാണെന്ന് കരുതി സലാം വീട്ടി, സംഗതി ജുമാ ആയിരുന്നില്ല.
അപ്പോൾ ഇതൊക്കെ നിസ്കാരത്തിന് പുറത്തുള്ള ചില പ്രവൃത്തികളും മറ്റും ആയതുകൊണ്ട് നിസ്കാരം ചെയ്യും ഫാസിദാകും. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് എത്രാമത്തെ ക്ലാസ്സാണ്?